ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം. ഈ ഒരു സാധനം ഓർമ്മ വരിക പെട്ടെന്ന്. ഇസ്രായേൽ വിരുദ്ധ പരാമർശം നടത്തിയതിൽ, ഇസ്രായേലിനെ അങ്ങോട്ട് തകർക്കാൻ ശ്രമിച്ചതിൽ എന്നാണ് പറയുന്നത്. മിയ ഖലീഫക്കെതിരെ ഒരു ജൂത സ്ത്രീ തന്റെ പിറകിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറയരുത്. ബോയ്ക്കോട്ട് ഇസ്രായേൽ, ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മളെല്ലാവരും ഇനി മുതൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു ക്യാമ്പയിനൊക്കെ കേരളത്തിലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്നതിന്റെ ഭാഗമായി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്? പാവപ്പെട്ട ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളെ പോലും തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ, അല്ലെ, അതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചത്. മിയ ഖലീഫ ഇസ്രായേലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിനും അവരെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഒരു ജൂത സ്ത്രീ അവരുടെ പിറകിൽ നടന്ന് ശല്യം ചെയ്ത, അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു പോൺ സ്റ്റാർ ആണ്. പോൺ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു രീതി പലർക്കും ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ്. അവരൊരു ഇസ്ലാമാണ് എന്നാണ് ഇപ്പോൾ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതൊരു സ്ത്രീ ഇസ്ലാമാണ്, ISIS പോലും അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി എന്നുള്ളതാണ്. സത്യത്തിൽ അവർ ഹിജാബ് ധരിച്ചിട്ടുള്ള ഒരു പോൺ സ്റ്റാർ, അത്രയേ ഉള്ളൂ. അവരൊരിക്കലും ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഇസ്ലാമിൽ പിറന്നവരോ അല്ല. ഇതൊന്നും അറിയാണ്ട് അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഇസ്ലാം ആയതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. സത്യത്തിൽ നിങ്ങൾ സത്യം അന്വേഷിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ലബനനിലെ ബെയ്റൂട്ടിലാണ് മിയ ഖലീഫ ജനിക്കുന്നത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച മിയ ഖലീഫ അവരുടെ പ്രൊഫഷൻ പിന്നീട് തിരഞ്ഞെടുത്തതാണ് ഒരു എന്താവണം, പോൺ സ്റ്റാർ ആവണം. അല്ലെങ്കിൽ പോൺ സ്റ്റാർ ആവണം എന്നല്ല, പണം ഉണ്ടാക്കണം എന്നുള്ള ഭാഗമായിട്ട് അവർ ചെന്നതാണ്. യൂറോപ്പിലേക്കൊക്കെ ചേക്കേറുന്ന സമയത്ത് യൂറോപ്പിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയായിട്ട് ഇതൊക്കെ മാറിയിട്ടുണ്ട്, അല്ലെ? അപ്പോൾ തായ്ലാൻഡിലൊക്കെ ഇത് സെക്സ് ടൂറിസം തന്നെയുണ്ട്. അപ്പൊ ഇതൊരു തെറ്റായ കാര്യമാണ് എന്ന് തോന്നുന്നത് മറ്റുള്ള രാജ്യത്തില് ഇതിനെ എതിർക്കുന്ന അങ്ങനെ കുറച്ച് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇവരൊരിക്കലും ഇസ്ലാമല്ല, ഇസ്ലാം മതത്തിൽ പിറന്ന ഒരു സ്ത്രീ അല്ല എന്നുള്ളത് തന്നെയാണ് ഗൂഗിളിൽ അടക്കം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും അവര് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഇത്തരം മേഖലയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് എളുപ്പമായി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ജൂത സ്ത്രീ ഇവരെ നിർത്താതെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സത്യം പറയാച്ചുണ്ടെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനെതിരെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ പോലും ആ ഒരു വീഡിയോന്റെ റീച്ച്, അത് റെക്കമെൻഡേഷനിലേക്ക് എത്താത്ത ഒരവസ്ഥ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ആ ഒരു തരത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ സുക്കൻബർഗൊക്കെ ജൂതമതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വീഡിയോ ഇടുന്നതൊക്കെ കണ്ടു. പക്ഷെ അയാളൊരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസി അല്ല എന്നാണ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരിക്കലും അവര് അത്തരം കാര്യങ്ങളിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അവരുടെ ആ ഒരു മനോഭാവവും ഒക്കെ അത് എത്രത്തോളം വഷളാണ് എന്ന് നമുക്കറിയാം. ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തപ്പോ, അല്ലെ, ഇന്ത്യ സപ്പോർട്ട് ചെയ്തല്ലോ, ആ ഒരു സമയത്ത് ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും സാധാരണയായ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരും മനസ്സുകൊണ്ട് അവർക്ക് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ടും ചെയ്യാനും കഴിയില്ല, നമ്മൾ അതിന് കഴിഞ്ഞാൽ പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കുടുംബം എന്നുള്ള ഒരു ചങ്ങലക്കകത്ത് ബന്ധിക്കപ്പെട്ട ആളുകളാണ്. അവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ കഴിയില്ല, തിരിച്ച് അതേപോലെ വരും. നമ്മൾ പൂരപ്പറമ്പിലൊക്കെ കാണുമല്ലോ ഒരു ബലൂണ് പോലെ സാധനം, ടുട്ടു ചുട്ട അങ്ങോട്ട് പോയി ഇങ്ങോട്ടം വരുന്ന സാധനം. അതുപോലെയാണ് നമ്മൾ എത്ര ദൂരേക്ക് വിട്ടാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അത്രേ ഉള്ളൂ. അപ്പോ മിയ ഖലീഫ മുസ്ലിം അല്ല. മിയ ഖലീഫ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഭാഗമായി ഒരു ജൂത സ്ത്രീ നടത്തിയ ഒരു പരാക്രമമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കണ്ടത്. അപ്പോൾ മിയ ഖലീഫേന്റെ തലയെ കയറി നിരങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കുറെ കാക്കമാരൊക്കെ കമന്റ് ഇടുന്നുണ്ട്, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് സത്യം അന്വേഷിക്കാതെ ഓരോന്നും ചെയ്യരുത്. ചില ആളുകൾക്ക് ആരാണെന്ന് പോലും അറിയില്ല, അങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അവർക്ക് അത് ഏറ്റവും കൂടുതൽ സത്യം പറയച്ച മിയ ഖലീഫ ആരാണ് എന്താണെന്ന് അറിയാം.